ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ GSTR ഫയലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ GST പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ ടാക്സ് പ്രാക്ടീഷണർ എന്നുള്ള രീതിയിൽ അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പലർക്കും, പുതിയതായി വരുന്ന പലർക്കുമുള്ള സംശയങ്ങളുണ്ട്. പല ഡേറ്റുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഫയലിംഗ് ഡേറ്റുകളെ സംബന്ധിച്ചിടത്തോളം QRMP സ്കീം, കോമ്പോസിഷൻ സ്കീം, അതുപോലെ തന്നെ മന്ത്ലി റെഗുലർ റിട്ടേൺ സ്കീമുകൾ, പല തരത്തിലുള്ള സ്കീമുകളുണ്ട്. അപ്പോൾ പലപ്പോഴും ഇവർക്ക് ആശയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഡേറ്റുകളെ സംബന്ധിച്ചിടത്തോളമാണ്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഒന്നുകൂടി പറയാണ്. നമ്മൾ GST ഫയലിംഗ് മന്ത്ലി സ്കീം ആണെങ്കിൽ, അതായത് നിങ്ങൾ എല്ലാ മാസവും GSTR 1ഉം GSTR 3Bയും ചെയ്യേണ്ടതുണ്ട്. GST മന്ത്ലി സ്കീമിലാണെങ്കിൽ, നോർമൽ മന്ത്ലി സ്കീമിലാണെങ്കിൽ. അപ്പോൾ അതിൽ ജസ്റ്റ് ആദ്യം മനസ്സിലാക്കുക, മന്ത്ലി സ്കീമിലാണെങ്കിൽ GSTR 1ൻ്റെ ഡേറ്റ്, അതായത് നമ്മുടെ ഔട്ട്വേർഡ് സപ്ലൈ സെയിൽസ്, നമ്മുടെ ഡീറ്റെയിൽസ് കാണിക്കേണ്ടത് എല്ലാ മാസവും 11-ാം തീയതിയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ മെയ് മാസം കഴിഞ്ഞ് ജൂൺ തുടങ്ങി, ജൂൺ 11-ാം തീയതിക്കുള്ളിലാണ് നമ്മൾ മെയ് മാസത്തിലെ സെയിൽസിൻ്റെ ഔട്ട്വേർഡ് സപ്ലൈ അഥവാ GSTR 1 നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. അതുപോലെ GSTR 3B നമ്മൾ ITC ക്ലെയിം ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ ടാക്സ് അടയ്ക്കേണ്ടത് ജൂൺ 20-ാം തീയതിയാണ്. അതായത് മെയ് മാസത്തെ റിട്ടേൺ നമ്മൾ സമർപ്പിക്കേണ്ടത് ജൂൺ 20-ാം തീയതിയാണ് GSTR 3B ചെയ്യേണ്ടത്. ഒന്നുകൂടി പറയുന്നു, മെയ് മാസത്തിലെ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുന്നത് ജൂൺ മാസത്തിലാണ്. ജൂൺ 11-ാം തീയതി നമ്മൾ GSTR 1 സബ്മിറ്റ് ചെയ്യണം. GSTR 3B നമ്മൾ ജൂൺ 20-ാം തീയതിയോട് കൂടിയിട്ട്, നമ്മൾ 20-ാം തീയതിയാണ് അതിൻ്റെ ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ്. GSTR 3B, അത് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് ജൂൺ 20-ാം തീയതിയാണ് GSTR 3B. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക മന്ത്ലി സ്കീമിൽ. അപ്പോൾ നമ്മൾ ഓരോ ചെറിയ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് തരുന്നത് കൺഫ്യൂഷൻ ഇല്ലാതെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഫോർ മോർ അപ്ഡേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ, സ്റ്റേ ട്യൂൺഡ് വിത്ത് Capitax India. താങ്ക് യു.